ഈ വിളക്കിൻ്റെ ചർച്ചയിൽ വരുന്നത് വളരെ ഒക്കെയാണ്. എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ പരമാവധി ഗ്രാസഭകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. എപ്പോഴും വന്നപ്പോൾ നിരാശ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിത് വരികാത്തൊക്കെ പ്രത്യേക കഴിയുന്നല്ലേ, കാര്യമായിട്ട് കുറേ സമയം മേടിച്ചു മറ്റു കാര്യങ്ങൾ വായിച്ചു. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ സംവേദനം ചെയ്യാനായിട്ട് തയ്യാറായിട്ടൊക്കെയാണ് വരുന്നത്. പല അസൗകര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിൻ്റെ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആരെടുത്തൊന്ന് പറഞ്ഞായിരുന്നു അതാണ് പറയുന്ന തരത്തിൽ പോകാത്തത് അറിഞ്ഞ മാക്സിമതാണെന്നുള്ള പ്രതികരണം എപ്പോഴാണ് ഒരു സംതൃപ്തി ഉണ്ടാകും. കഷ്ടപ്പെട്ട് വന്നത് സംതൃപ്തി ഉണ്ടാകും. ഇതിൻ്റെ സന്തോഷങ്ങൾ, വളരെ വലിയ സന്തോഷങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചതിലുള്ള ഒരു പ്രതികരണമായിട്ടാണ്. ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റ് ചർച്ചാവേദികളിൽ വ്യത്യസ്തമായ വളരെ ഗൗരവത്തോടുകൂടി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമീപനം വീണ്ടെടുക്കണം തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് കുറേ പ്രായമായ വരെയും ഇത് തലമുറ മരപ്പുരയൊക്കെ കടന്നു പോകുന്നു. കാരണം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എൻ്റെ കുറിച്ചുള്ള സകല സങ്കല്പത്തെ കുറിച്ച് ചെറുപ്പക്കാരാണ്. ആദ്യം അത് തുറന്നായിരുന്നു പറഞ്ഞത് ഒരു പറഞ്ഞത് ജാതി പാടില്ല. നമ്മളിപ്പോൾ പുതിയ ജാതി സൃഷ്ടിക്കുന്നതാണ് എക്സിലാണ്, ദുർബലതയാണ്. പക്ഷേ എന്തുകൊണ്ട് ജൻസികളെ ഇങ്ങനെ രണ്ട് കാരണമാണ്. ഒന്നൊന്ന്, സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രതികരണ ശക്തി 50 വയസ്സിന് ശേഷമുള്ളവരാണ്. 50 വയസ്സിന് മുകളിലിരിക്കുന്നവർ തന്നെ ഉപയോഗിക്കാതെ 50 വയസ്സിന് മുകളിലോട്ട് ഉള്ളവരാണ് ഇന്ന് ചർച്ചാവേദികളും രാഷ്ട്രീയവും സകല പ്രതികരണ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ മുതിർന്നവരാണ്. ചെറുപ്പക്കാർ പൊതുവെ ചെയ്യുന്നത് ഈ മീഡിയ മേഖലകളിൽ കണ്ടുകൊണ്ട് നടക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇഷ്ടമല്ല. എപ്പോഴും പറയും ജൻസികൾ നമ്മുടെ സമൂഹത്തിൻ്റെ ദിശ മാറ്റുന്നുണ്ടോ? ഇതൊരു വലിയ ചർച്ച വിഷയമാക്കേണ്ടി വരും. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേനെ ആ ചർച്ചയെ ഞാൻ മാറ്റിവെച്ചു. ഇവിടെ പറഞ്ഞതാണ് ജൻസികളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റുന്നുണ്ടോ? അത് നമ്മുടെ പരാതിയാണ്. കാരണം നമ്മുടെ ഒരു ജീവിത സങ്കല്പത്തിന് അപ്പുറത്തേക്കുള്ള ജീവിത സങ്കല്പം നമുക്കൊരു വെല്ലുവിളിയായിട്ട് വരികയാണ്. അത് എന്തുകൊണ്ട് ഇതിൻ്റെ സങ്കല്പത്തെ കുറിച്ച് ഇപ്പം ജൻസികൾ മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ എക്സ് വൈ ജൻസികൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നതിനുള്ള ഒരു അടിസ്ഥാന കാരണം ഈ തലമുറകൾ തമ്മിലുള്ള ചിലവ് ഓരോ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ 1995 എക്സ് വൈ ആവും. അത് വൈ
ഇസഡിൽ എത്തിച്ചേരുന്നതാണ് 2000 വരുന്നത്. അപ്പോൾ ആ 2000-ന് ശേഷം ജനിച്ച ആളുകൾ, പുതിയ ഒരു സഹസ്രാബ്ദത്തിൽ ജനിച്ച ആളുകൾ, അവർ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ജനിച്ചവരേക്കാൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻസിൽ വന്ന മാറ്റമാണ്. മൊബൈൽ ഫോൺ, പ്രധാനമായിട്ട് മൊബൈൽ ഫോണാണ്. അതുപോലെ കമ്പ്യൂട്ടർ, നമ്മുടെ വിനിമയ മേഖലയിൽ വന്ന വലിയൊരു മാറ്റമാണ്. അപ്പൊ നമ്മുടെ വീട് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയാണ് നമ്മുടെ വീട്. നമ്മുടെ മലയാളികളുടെ ഒരിക്കൽ വീട് മലയാള ഭാഷ. പക്ഷെ ഈ വീടിനകത്ത് ഇവർ ഉൾക്കൊള്ളുന്നില്ല. ഒരു വിഭാഗം ഈ വീടിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. നമ്മളെല്ലാം ഈ വീടിനകത്ത് കുമാരനാശന്റെയും വള്ളത്തോളിന്റെയും ഒക്കെ കൃതികൾ വായിച്ച് ആ രീതിയിൽ പോകുമ്പോൾ ഇവർ മറ്റൊരു വീട് തരും. ഈ വീടിനകത്ത് മറ്റൊരു വീട്. അപ്പോഴാണ് അവിടെ ഒരു ക്ലാഷ്. അവരുടെ ഭാഷ മറ്റൊന്നായി മാറും. അവരുടെ ഭാഷ മറ്റൊന്നായി തീരുക. എന്നാൽ ഒരു ലോക ഭാഷയിലേക്ക്, ഒരു ലോക ജീവിതത്തിലേക്ക് അവർ പെട്ടെന്ന് ഒഴിമാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരും. പുതിയ തലമുറയും മുൻ തലമുറയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. കമ്മ്യൂണിക്കേഷൻ കുറയുന്നതിന്റെ അടിസ്ഥാന കാരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പൊതു വീടായ ഭാഷ, അതിനകത്ത് പല പല വീടുകൾ, ആ കുടുംബത്തിനകത്ത് തന്നെ പല പല ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. അത് വീട്ടിനകത്ത് ഉണ്ടാകുന്നത്. അത് വീട്ടിനകത്ത് റൂം ഉണ്ടെങ്കിൽ 10 റൂം ഉണ്ടെങ്കിൽ 10 റൂമാണ് അടച്ചിരിക്കുക. ഒരു ഹൗസ് എന്ന് പറഞ്ഞാൽ 10 crores റൂം, 5 crores റൂം, 2 crores റൂം. അവരുടേതായ സ്വകാര്യമാണ്. അപ്പോൾ അവിടെ കുടുംബം എന്ന് പറയുന്നതിനകത്തുള്ള നാളത്തിനകത്തൊരു മാറ്റം വന്നു. അപ്പോൾ കുടുംബത്തിനകത്തൊരു പ്രശ്നങ്ങൾ വന്നു, അത് നാട്ടിലെ പ്രശ്നങ്ങൾ വന്നു, അത് രാഷ്ട്രത്തിലൊരു പ്രശ്നമായി വന്നു, അത് ലോകത്തിലൊരു പ്രശ്നമായി എന്ന് വരും. ഇങ്ങനെ ഈ മേഖലയിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ക്ലാഷുകൾ നടക്കുകയാണ്. അപ്പം എൻ്റെ മകൻ അത് രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് പറഞ്ഞാൽ 2 തെരുവുകളിൽ മുഴുവൻ ഈ കുട്ടികൾ കയ്യേറിയും. ഈ 16 വയസ്സായ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റില്ല. യവന്മാർ വളരെ പെട്ടെന്ന് ഓടിക്കുന്ന ഒരു ചാട്ടിലോട്ട് പോകും ആളുകൾ. കാരണം അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്, അവർക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമാണ്. പണ്ടൊക്കെ ആ സ്വാതന്ത്ര്യം ആരെയും ഉപയോഗിച്ചിരുന്നില്ല. എല്ലാവരും ഇല്ല, ഒരു കുറച്ച് ആളുകൾ മാത്രം. ഒരു ഗ്രൂപ്പായിട്ട് വരുന്നു, അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്തുകൊണ്ട് സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഒരു കാട്ടാണ്. കാരണം ഇവർ പലതരത്തിൽ വീട്ടിനകത്ത് നമ്മുടേതായ ഒരു സിസ്റ്റത്തിനകത്ത് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആ സിസ്റ്റം പൊട്ടിക്കാനുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണം. ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു വായിക്കാത്തവരാണെന്നോ പഠിക്കാത്തവരാണെന്നോ ചിന്തിക്കാത്തവരാണെന്നോ അവരെ കുറിച്ച് കൺസെപ്റ്റ് ഇല്ലാത്തവരാണെന്നോ നമുക്ക് കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇവ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ യോഗം വയ്ക്കും, നോട്ടീസ് കൊടുക്കും, ഒന്നും ചെയ്തില്ല. അവർ ഫോണെടുത്ത് മെസ്സേജ് കൊടുക്കും. നിമിഷം കൊണ്ട് 1000-10,000 ആളുകൾ ഒരുമിച്ച് കൊണ്ടും ആ തരത്തിലേക്ക് എവിടെ കമ്മ്യൂണിക്കേഷൻ ട്രഡീഷണൽ ആയിട്ടുള്ള ജീവിതത്തിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ജീവിതത്തിനകത്ത് അൺട്രഡീഷണൽ ആയിട്ടുള്ള മറ്റൊരു ട്രഡീഷൻ കടന്നു വന്നതിനുള്ള അസ്വസ്ഥത നമ്മൾ കാണിച്ചത് അത് നിങ്ങളോടുള്ള വിധത്തിലുള്ള ഒരു സ്നേഹക്കുറവോ വിവേചനമോ അല്ല. ഇത് ഞങ്ങൾ ഫീൽ ചെയ്യുന്ന ഈ തരത്തിലാണ്. ഞാൻ കൂടി നിൽക്കും, കുറേ ആളുകൾ കൂടി നിൽക്കും, കൂടി നിന്ന് എത്ര അവിടെ നിൽക്കുന്നു എന്ന് കഴിഞ്ഞാൽ തലനൊന്നും നോക്കത്തില്ല. കാരണം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രതികരണം അവരുടെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ അതെല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഈ തരത്തിലുള്ള റിപ്പൽഷൻ വരുന്നു. ആ റിപ്പൽഷൻ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ വീട്ടിനുള്ളിൽ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രത്തിലൊക്കെ കുറയ്ക്കുക ആവശ്യമാണ്. പക്ഷേ അങ്ങനെ കുറയ്ക്കുമ്പോഴും മുൻതലമുറകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവങ്ങൾ ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞല്ല, ഈ 7 പരീക്ഷകളൊക്കെ അത് ചോദ്യം ചോർന്നു. എന്തുകൊണ്ട് ചോർന്നു? അത് ഇവിടെയുള്ള സിസ്റ്റമാണ്, ഇവിടെയുള്ള സിസ്റ്റം അത് ചോർത്തിയത്. നമ്മളിവിടുത്തെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, അവർ തന്നെ പോകും, ഒരു പൈസ കഴിയും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ കൊടുത്തു.
ഈ സിസ്റ്റം നമ്മൾ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഭരണവർഗത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ജെയിംസ് നമുക്ക് പഴയ പോലെ പഴയ ട്രഡീഷൻ അനുസരിച്ച് രാഷ്ട്രീയത്തെയോ സാമൂഹ്യ ജീവിതത്തെയോ കുടുംബ ജീവിതത്തെയോ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഹിറ്റ്ലർ ആവാനൊന്നും പറ്റത്തില്ല. അതൊക്കെ മാറി ഇവരെയൊക്കെ സഹകരിപ്പിച്ച് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് റീസ്ട്രക്ചറിങ് കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാഷ്ട്രത്തിലും റീസ്ട്രക്ചറിങ് വേണം. അതിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലായിട്ടുണ്ട്, അത് പലർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങനെ റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നു ഇവരെ കൂടി ഇതിനകത്ത് കൊണ്ടുവരികയും 16 വയസ്സുകാർക്ക് വോട്ടവകാശം, അതുപോലെ പ്രവർത്തിക്കാനുള്ള പരീക്ഷകൾ വളരെ ഗൗരവത്തോടെ നടത്തുക, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അനീതി, അക്രമം, അതുപോലെ തന്നെ അഴിമതി ഇതിനെല്ലാം വെച്ചുകൊണ്ടുവരുന്ന വളരെ ഭീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ മാറിയാൽ പിന്നെ മുൻഗണനകൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട് നമ്മൾ സ്വയം വിമർശനമായിട്ട് ജനസികളുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സമ്മർദ്ദങ്ങൾ കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യയും മെന്റാലിറ്റിയുടെ അളവും കുറയും. അത് ആശങ്കമായ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള പ്രഭാഷണം, ആത്മീയ പ്രഭാഷണം, ഞാൻ ഒരു ആത്മീയ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എൻ്റെ ജോലിയാണ്. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പ്രവർത്തിച്ചാണെന്ന് നഷ്ടങ്ങൾ എന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നാഷണാർക്കോ അല്ലെങ്കിൽ ഒരു യൂണിറ്റായിട്ട് നയിക്കാം. അവർ ഒരു ബന്ധത്വയും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇന്നുകൊണ്ട് ഞാനൊരു ആത്മീയവാദി എന്ന് ഞാൻ പറയുന്നത് ജീവിതത്തിലെ അർത്ഥം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുക, പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഈ ആശയങ്ങൾ പരിപൂർണമായും പര്യാപ്തമല്ല. ഒരു റീതിങ്കിങ്ങിന് നമ്മൾ തയ്യാറാകേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞില്ല. അത് മനസ്സിലാക്കാൻ ഒരു 10 വർഷം മുമ്പാണ് എൻ്റെ ഭാര്യ മരിച്ചുപോയി. പക്ഷെ അതെനിക്ക് കാണാൻ കഴിയുന്നതിന് മൊത്തത്തേക്കുള്ള ഒരാഘാതമാണ്. കാണാൻ കഴിയുന്ന ഒരാഘാതമായി കാണാൻ കഴിയുന്ന മൊത്തത്തേക്കുള്ള ഒരാഘാതം അതെൻ്റെ ലോകവീക്ഷണത്തെ വലിയ തരത്തിൽ സ്വാധീനിച്ചു. വലിയ തരത്തിൽ എൻ്റെ ലോകവീക്ഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഭൗതികമായി എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ, ഭൗതികമായ ഉത്തരം കണ്ടെത്താൻ, ഭൗതികമായ ഭൗതികമായ ഉത്തരവ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നില്ല? എന്നോടൊപ്പം ജീവിച്ച്, ഞങ്ങൾ പ്രേമിച്ച്, പ്രേമിച്ച് മക്കളൊക്കെ ജീവിച്ച് കുട്ടികളുണ്ടായി, അവിടെ ഇതിന്റെ രോഗം വന്ന് ആരെയും കുറ്റമുണ്ടല്ല, അവർ മരിച്ചു പോകും. പക്ഷെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭൗതികമായി പരിഹരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ചിന്തയിലേക്ക് ഭൗതികമായി പരിഹരിക്കാൻ പറ്റാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ തോന്നിയതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. ഈ ഗുരുവിനെ മാത്രമല്ല, അവിടെ സൂഫിസം, കാരണം സൂഫിസം അതിന്റെ പിന്നാലെ പോയി സൂഫികളുടെ കൃതികളൊക്കെ വലിയ വായിക്കുക, അത് പഠിക്കുകയും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെൻ ബുദ്ധിസം, ബുദ്ധിസത്തിന്റെ ഒരു സത്തയാണ് സെൻ ബുദ്ധിസം. സെൻ ബുദ്ധിസം ഉൾക്കൊള്ളുവാൻ കഴിയും. അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ യേശു, യേശുവിന്റെ പ്രത്യേകപ്പെട്ട ക്രിസ്തു മതമല്ല, യേശു ക്രിസ്തു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ യേശു. ആ യേശുവിനെ പഠിക്കണം. യേശുവിന് ഇത്രയും വേദന എടുത്തു. യേശുവിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി ചോദിച്ചുകൊണ്ട് എന്തായിരുന്നു ആ കുന്നിന്റെ മുകളിലേക്ക് കുറെ ആളുകൾ അനുധാവനം ചെയ്തതിന് അദ്ദേഹത്തിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? അദ്ദേഹം നിത്യജീവിതത്തെ കുറിച്ച് പറഞ്ഞു.
ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്നു. ജീവിതത്തെ തിരുത്തേണ്ട വഴികളിലാണ് എന്ന ഒരു ബോധ്യം പിന്നും പോലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് ഉണ്ടാവുകയാണ്. അതിന്റെ കൂടെ അദ്വൈതവുമില്ല. അപ്പോൾ ഈ അദ്വൈതം, അതുപോലെ സൂഫിസം, അതുപോലെ സെൻ ബുദ്ധിസം, അതുപോലെ ക്രിസ്തുവിന്റെ ജീവിതം, അതുപോലെ നബിയുടെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ സൂഫിസത്തിലേക്ക് വന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ടപ്പോഴുണ്ടായ ഒരു ആനന്ദം, അത് തന്നിട്ടുള്ള ഒരു വെളിച്ചം, തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ചുകൊണ്ട് തന്നെ ഇത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു പരീക്ഷണം. അതോടൊപ്പം തന്നെ ഗാന്ധി, രവീന്ദ്രനാഥ്, പരിമോഹൻ സർ, വിവേകാനന്ദൻ, രാജാറാം തുടങ്ങി ഒരുപാട് ആളുകളുടേതായ സ്വാധീനതകൾ വരികയാണ്. അവരെല്ലാം പറയുന്നതിലേക്ക് ജീവിതം ഇങ്ങനെ കൊണ്ടുവരും. എന്തുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ തന്നെ പറയുന്നു? ഇവരെല്ലാം ജീവിതത്തെ സുഖകരമാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരു മനുഷ്യരെയെല്ലാം സന്യാസിയാക്കാൻ ശ്രമിച്ച സന്യാസിയല്ല. ശ്രീനാരായണ ഗുരു നമ്മൾ സങ്കല്പിക്കുന്ന പോലെ ഒരു സന്യാസിയല്ല. ശ്രീനാരായണ ഗുരു മനുഷ്യനെ അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശ്രമിച്ച അഗാധമായ ധ്യാനത്തിൽ മുഴുകിയ, ആ ധ്യാനം കൊണ്ട് മാത്രം സന്യാസി വിളിക്കാവുന്ന ഒരു നിത്യജീവനെ സ്വപ്നം കണ്ട ഒരു മഹാപുരുഷനാണ്. അദ്ദേഹത്തിനുള്ള സന്യാസി പറയേണ്ട കാര്യം പല അഭിപ്രായങ്ങളും. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. ആ തരത്തിലേക്കുള്ള ഒരു മനുഷ്യനായി, ആ കാലഘട്ടം ശ്രദ്ധിച്ചെടുത്ത ഒരു മനുഷ്യനായി, അല്ലെങ്കിൽ ആധുനിക സന്യാസി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിന്തകളെ അനുധാവനം ചെയ്യുവാൻ ഞാൻ തയ്യാറായത്. അത് കുറെ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം വായിച്ചു നോക്കി, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പഠിച്ചു നോക്കി. അപ്പോഴെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള വെളിച്ചം അഗാധമായ ഒരു വെളിച്ചം. നേരത്തെ പറഞ്ഞ പോലെ കടല് പോലെ ഒരു വെളിച്ചം എനിക്ക് കിട്ടുന്നില്ല. എന്റെ വെളിച്ചം തോട് പോലെ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഹൃദയത്തില് അത് ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് പ്രതികളികൾക്ക് ഉത്തരം തരാൻ ആ വെളിച്ചത്തിന് കഴിയുന്നുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പോയി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നോക്കാൻ ശ്രമിച്ചത്. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അപ്പോഴാദ്യം പഠിപ്പിച്ചത് സ്വഭയിൽ തേൻപാട്ടുകൾ ചൈന എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സമത്വസുന്ദരമാണ്. അതുപോലെ തന്നെ രൂപ, ഇതെല്ലാം ചരിത്രപ്പെടുത്തി അവിടെയൊന്നും അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ അല്ലാതെ മാറിയ ആത്മീയതയിലെ അല്ലാത്ത നേതാക്കന്മാർ, സ്റ്റാലിനെ പോലെ, ലെനിനെ പോലെ ഉള്ള നേതാക്കന്മാർ തന്നെ, മാവോയെ പോലെ മഹാനായമാരും ഉള്ള നേതാക്കന്മാർ അവരുടെ ഈ ആത്മീയതയിലുള്ള അവരുടെ കുറവ് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ മാർസിനെ പഠിച്ചില്ല എന്നുള്ളതാണ് കാര്യം. മാർസ് ഏറ്റവും വലിയ ഭൗതികവാദിയായിരിക്കും തന്നെ ആത്മീയ സത്യങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കുന്നതിലേക്ക് മാർസ് എന്ന മാർസിന്റെ മൂലധനം വായിച്ചിട്ട് കഴിയില്ല. അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ച് മറ്റു എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ മാർസിനെ കണ്ടെത്താൻ കഴിയില്ല. ആ മാർസിനെ ഇല്ലാതാക്കിയത് ലെനിനും സ്റ്റാലിനും മാവോയും. ആ മാർസിനെ വിഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യം. കാരണം ഏറ്റവും നല്ലൊരു കാമുകനായിരുന്നു, ഏറ്റവും നല്ലൊരു അച്ഛനായിരുന്നു, ഏറ്റവും നല്ലൊരു സഹപ്രവർത്തകനായിരുന്നു, ഒരു ആ തരത്തിൽ ഒരു മനുഷ്യൻ എന്ന തരത്തിൽ നമ്മൾ മാർസിനെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹം ഗാന്ധിയെ പഠിച്ചിരുന്നു. ഗാന്ധിയെക്കുറിച്ച് മനോഹരമായിട്ടുള്ള കൃതികളുണ്ട്, പ്രേമദാഹ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം തന്നെ കാൽപ്പനികമാണ്, മനോഹരമാണ്, സുന്ദരമാണ്. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ ആവശ്യങ്ങൾ ഇന്നും പിന്നീട് മാർസിനെ ശരിയായി വായിച്ചു. ഒരു തരമാണ് എക്കണോമിക്സ് ആണ്. അതിനകത്ത് രണ്ട് പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നമുണ്ട്. അത് മാറ്റി നോക്കിയാൽ മാർസിന്റെ മറ്റു ജീവിതം വളരെ വിവരവും ആത്മീയതയും അനുകൂലമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ പിണ്ടനന്ദിയെ കുറിച്ച് പറഞ്ഞു, ഗർഭതി
ഗുരു എഴുതിയിട്ടുണ്ട്. കിടനന്ദി എന്ന് പറയുന്ന ഗർഭശുശ്രൂഷയെ കുറിച്ച് എഴുതിയ മനോഹരമായ കൃതിയാണ്. മലയാളത്തിലെ മനോഹരമായ കൃതിയാണ് ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെക്കുറിച്ച് എഴുതിയത്. പിന്നെ വന്നു പോവാം രവീന്ദ്രനാഥ് ടാഗോർ. നേരത്തെ ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ, ഗീതാഞ്ജലി, അതുപോലെ തന്നെ ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ അവരെക്കുറിച്ച് ഒത്തിരി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞനുസരിച്ചാണ് ഞാൻ മാറി. ശ്രീനാരായണൻ പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കേട്ടവർക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞതാണ്. അല്ലെങ്കിൽ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ജനസിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ജീവിക്കണം, സംശയം ചോദിച്ചത് ഞാൻ കേട്ടില്ല. ഒരു കാര്യം വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ട് സാറേ, ഈ ഈശ്വരൻ വന്ന ഒരു അധർമ്മം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഈശ്വരനെ എതിർക്കാമെന്നാണ് നീതിന്യായ ദേവത പറയുന്നത്. അപ്പോൾ ഈശ്വരനെ എതിർക്കുക അത് എന്ന് വെച്ചാൽ അത് അസത്യമാണ് എന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നിനക്ക് ഈശ്വരനെയും എതിർക്കാൻ കഴിയും. ഈശ്വരനെ എതിർക്കുക അതൊരു എക്സ്ട്രീം പറച്ചിലാണ്. എക്സ്ട്രീമായി പറഞ്ഞതാണ്. അത് ഹൈക്കോടതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള വാചകം. ഈശ്വരനെ എതിർക്കുക അർത്ഥമല്ല, ഈശ്വരനാണ് ഏറ്റവും പരമമായ എതിർക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തെയും നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ നിരപരാധിയാണെങ്കിൽ ആ ഈശ്വരനെ പോലും നിനക്ക് ധാർമ്മികമായ അവകാശം ഉണ്ടെന്നുള്ളതാണ്. ഞങ്ങളിവിടെ പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ അതൊരു സംവിധാനമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ സകല വസ്തുക്കളിലും അന്തർലീനമായിരിക്കുന്ന കാമ്പ്, സത്ത, സ്കന്ധം, തേജസ് കാരണമായിരിക്കുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ പിതാവ്, പുത്രൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റൊരു ശിവനോ പാർവതിയോ ഇതൊക്കെ വേറെ സങ്കല്പങ്ങളിലുള്ള ദൈവസങ്കല്പങ്ങളാണ്. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അല്ല പ്രശ്നമൊന്നുമല്ല. അപ്പുറത്തേക്കുള്ള പ്രശ്നമാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടെങ്കിൽ പോലും ഇടയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പാരമ്പര്യം ഞാൻ എനിക്ക് ബഹുമാനത്തോടുകൂടി അല്ലാതെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ വരുന്ന ഒരു എഫർട്ടുണ്ട്. ആ എഫർട്ട് കൂടെ നിങ്ങൾ കാണണം മാത്രം പറഞ്ഞുകൊണ്ട് പറയാൻ കഴിയുന്നത് ഇതിന്റെ പേര്